ആർക്കും ആരെയും എന്തും പറയാവുന്ന ഒരു പ്രത്യേക കാലാവസ്ഥയാണ് തെരഞ്ഞെടുപ്പ് കാലം. ഇപ്പോൾ തൃശ്ശൂരിൽ നോക്കൂ, ഏറ്റവും നീചമായ ആക്രമണങ്ങൾക്ക് വിധേയനാവുകയാണ് ഒരു സ്ഥാനാർത്ഥിയായി പോയി എന്നതിൻ്റെ പേരിൽ സുരേഷ് ഗോപി. ഇപ്പോഴിതാ കലാമണ്ഡലം ഗോപി ആശാൻ്റെ പേരിൽ ഒരു വിവാദം. ആ വിവാദം ശമിപ്പിക്കാനോ അവസാനിപ്പിക്കാനോ നിർണായകമായ പങ്ക് വഹിക്കേണ്ട ഒരാൾ ബഹുമാന്യനായ ഗോപി ആശാനാണ്. അദ്ദേഹം മൗനത്തിലുമാണ്. എന്താണ് ടി ജി ഇതിൻ്റെ യഥാർത്ഥ സംഭവം? അദ്ദേഹം മൗനത്തിലൊന്നുമല്ല. അദ്ദേഹം ആലത്തൂർ രാധാകൃഷ്ണനെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തു. ഇപ്പോൾ ഗോപി ആശാൻ മൗനത്തിലൊന്നുമല്ല, സെലക്റ്റീവ് മൗനത്തിലാണ്. അത് ഗോപി ആശാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് ഗോപി ആശാൻ തന്നെ ആലോചിക്കട്ടെ. ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചു. ആ ഡോക്ടറോട് ഞാൻ ചോദിച്ചു. അദ്ദേഹം തൻ്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. മീഡിയയിൽ തന്നെ ഒരുപാട് പേർക്കറിയാം ഏതാണ് ആ ഡോക്ടറെന്ന്, ഈ വിവരവും അറിയാം. പക്ഷേ ഡോക്ടർ എന്ത് ചെയ്താലും അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്താൻ സമ്മതിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പ്രൊഫഷണലാണ്, ആളുകളെ ചികിത്സിക്കുന്ന ഡോക്ടറാണ്. അലോപ്പതി ഡോക്ടറാണോ? അലോപ്പതി ഡോക്ടറാണ്. തൃശ്ശൂരുള്ള പിന്നെ തൃശ്ശൂരെന്ന് പറഞ്ഞാൽ തന്നെ അതിന്ന് പിന്നെ ആളെ ഗണിച്ചെടുക്കും, അത് വേണ്ട. ഏതായാലും വളരെ ദൂരെ നിന്ന് വന്നിട്ട് ആശാനെ ചികിത്സിക്കാൻ പറ്റില്ല. ആശാൻ്റെ കൂടെ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ആശാൻ്റെ സകലവിധ ചികിത്സകൾ ചെയ്യുന്ന ആൾ, ആശാൻ്റെ ജലദോഷം മുതൽ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുന്നത് ഈ ഡോക്ടറാണ്. പലപ്പോഴും അതിൻ്റെ ചിലവ് പോലും ഡോക്ടർ വാങ്ങാറുമില്ല. കാരണം ആശാൻ വലിയൊരു അനുഗ്രഹം പോലെയാണ് കരുതുന്നത്. അതെ. ഈ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ഗോപി ആശാൻ തുലാഭാരത്തിനിരുന്നു, ബാഹുകൻ്റെ വേഷത്തിൽ. ഓർക്കണുണ്ടോ? ഞാൻ പടം കണ്ടിരുന്നു. ഈ ബാഹുകൻ്റെ വേഷം അതിൽ നടന്നു വരുന്നു ആശാൻ. അതിൻ്റെ പുറകിൽ കുചേലവൃത്തത്തിൻ്റെ വരികൾ ചേർത്ത് സോഷ്യൽ മീഡിയ. അങ്ങനെയൊക്കെ ഉണ്ടായി. കാരണം സോഷ്യൽ മീഡിയ പലർക്കും ഇത് ബാഹുകനാണോ കുചേലനാണോ ശ്രീകൃഷ്ണനാണോ അറിയില്ല. നല്ല 2 വരി കേട്ടപ്പോൾ അതെടുത്തിട്ട് അജിതാഹരെ അതിട്ടവരുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തു. എന്തും ആയിക്കോട്ടെ, അന്ന് ആശാന് മുട്ടിന് ഭയങ്കര വേദനയാണ്, നടക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല. ഈ ഡോക്ടറാണ്, ഈ പെയിൻ കില്ലറാണത്, വെരി സ്ട്രോങ് പെയിൻ കില്ലർ. പക്ഷേ എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ തുലാഭാരം എന്ന് പറഞ്ഞപ്പോൾ അത് ആ ഇഞ്ചക്ഷൻ തൃശ്ശൂർ കിട്ടാനില്ല. അത് വരുത്തി ദൂരെ, അപൂർവമായ ഇഞ്ചക്ഷനൊന്നുമല്ല, യാദൃശ്യമായിട്ട് ആ സമയത്ത് കിട്ടാനില്ല ആശുപത്രി. അപ്പോൾ വേറെ ആശുപത്രിയിലുണ്ടോ, അവിടെ ഇല്ല, അപ്പുറത്തൊക്കെ അന്വേഷിച്ച് കൊണ്ടുവന്ന് ആ ഇഞ്ചക്ഷൻ എടുപ്പിച്ച് ആശാൻ്റെ തുലാഭാരം നടത്തിച്ചത് ഈ ഡോക്ടറാണ്. ആകെ സംഭവിച്ചത്, ഒരു 15 ദിവസം കൂടുമ്പോൾ ഡോക്ടർ വീട്ടിൽ പോകും, ആശാൻ്റെ വീട്ടിൽ പോകും, നേരിട്ട് കാണും, പരിശോധിക്കും ചെയ്യും. ആഴ്ചയിലൊരിക്കൽ ഫോണിൽ വിളിക്കും, ഭൂലോകത്തെ സകല കാര്യങ്ങളും സംസാരിക്കും. അല്പം പരദൂഷണം, അത് ഇത് തമാശ, ഇതെല്ലാം. കഥകളി രംഗത്തും ഇതുപോലെ ചില്ലറ ഇതൊക്കെ ഉണ്ടല്ലോ, ചെരിപ്പൂരും. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ ആശാൻ പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ആശാനോട് ചോദിച്ചു, ആശാനെ തെരഞ്ഞെടുപ്പൊക്കെയാണ്, സുരേഷ് ഗോപി കയറുമെന്ന് അനുഗ്രഹം ചോദിച്ചാൽ ആശാൻ എന്ത് ചെയ്യും? ഞാൻ അനുഗ്രഹിക്കും, എനിക്കെന്താ അതിന്? വീട്ടിൽ വരുന്ന ഒരു മനുഷ്യൻ അനുഗ്രഹം തരുന്നു, ഞാൻ അനുഗ്രഹിക്കുന്നു. അത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു വെച്ചു. ഇത്രയേ ഉള്ളൂ. ഈ ഡോക്ടർക്ക് സുരേഷ് ഗോപിയെ അറിയാൻ വയ്യ, കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ല. ഡോക്ടർ BJP-കാരനൊന്നുമല്ല, BJP-കാരനൊന്നുമല്ല. എന്തോ ചില സംഘപരിവാറിൻ്റെ 1-2 പരിപാടികൾക്ക് പോവുക, അങ്ങനെ എന്തോ ചെയ്തിട്ടൊക്കെ ഉണ്ട്. തപസ്യൊക്കെയാണെന്നോ അല്ലേ? അതുപോലെ ഈ ഡോക്ടർ ഒന്ന് വരണം, അത് ഇങ്ങനെയാണ്, A+ കിട്ടിയ കുട്ടികൾക്ക് പുസ്തകം തരണം. ശരി, അത് ചിലപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്താവാം, ചിലപ്പോൾ ഈ പറഞ്ഞ തപസ്യ എന്തെങ്കിലുമൊക്കെ ആവും. ഇതുപോലെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അസോസിയേഷനൊക്കെയുണ്ട്. അപ്പോൾ എന്തു വാങ്ങിക്കോട്ടെ, സുരേഷ് ഗോപിയുമായിട്ട് പുള്ളിക്കൊരു ബന്ധവുമില്ല. സുരേഷ് ഗോപി ഡോക്ടറെ അറിയില്ല. ഡോക്ടർക്ക് സുരേഷ് ഗോപി ആയതുകൊണ്ട് തുള്ളക്കാരനെ എല്ലാവരും അറിയുമല്ലോ, അങ്ങനെ ഡോക്ടർക്കും അറിയാം. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ സുരേഷ് ഗോപിയെ വിളിച്ചുകൊണ്ട് വരുന്ന പ്രശ്നമില്ല. ഡോക്ടർ വിളിച്ചാൽ സുരേഷ് ഗോപി വരികയുമില്ല. ഡോക്ടർക്ക് ഒരു അപ്രോച്ചില്ല സുരേഷ് ഗോപിയുമായിട്ടൊന്നുമില്ല. അങ്ങനെ സംസാരിച്ചു വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ മകൻ വിളിച്ചു, എന്തിനാ അച്ഛനോട് ഇങ്ങനെ സംസാരിച്ചത്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എടാ നീ അച്ഛനെ നോക്കാത്തവനാണ്, മനസ്സിലായോ? ഞാൻ നിന്നോടൊന്നും സംസാരിച്ചിട്ടില്ല, ഞാൻ അച്ഛനോടല്ലേ ആശാനോടല്ലേ സംസാരിച്ചത്, അത് ആശാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. അപ്പോൾ ഇവൻ വിട്ടില്ല. ഇവനൊരു
ആവേശ കമ്മിറ്റിയാണ്, ആവേശ കമ്മിയാണ്. CPM-ന്റെ വലിയ ഭാഷയൊന്നും പറയത്തില്ല. ഇല്ല, ഞാനത് പറയില്ല. അപ്പോൾ എന്തും ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞപ്പോഴാണ് ഡോക്ടർ ഇത് പറഞ്ഞത്. നീ ഈ വെകളി സ്വഭാവം കൊണ്ട് ആൾക്കാരെ വെറുപ്പിച്ചിട്ടാണ് ആശാന് ഒരു പത്മഭൂഷൺ കിട്ടാത്തത്. പത്മശ്രീ കിട്ടിയിട്ടുണ്ട്, അതല്ല ആശാൻ അതിൽ എത്രയോ ഉയർന്ന പുരസ്കാരങ്ങൾ ഡിസർവിങ് ആണ് ആശാൻ. അതെല്ലാം നീയാണ് സ്പോയിൽ ചെയ്യുന്നത്, ആൾക്കാരെ പറഞ്ഞ് വെറുപ്പിച്ച് നശിപ്പിച്ച് അന്തരീക്ഷം കുളമാക്കിയിട്ട് അച്ഛൻ്റെ പേരൂടെ ചീത്തയാക്കാണ് നീ ചെയ്യുന്നതെന്ന്. അത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് വെച്ചു, ഫോൺ വെച്ചു. എന്നിട്ടാണ് ഇയാൾ കയറി ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു. അച്ഛനോട് അങ്ങനെയൊന്നും പറയണ്ട, അച്ഛനോട് ആകെ സുരേഷ് ഗോപി വന്ന് അനുഗ്രഹിക്കുമെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഈ പത്മശ്രീയൊക്കെ വന്നത് ഇദ്ദേഹം പറഞ്ഞു, നീ കാരണമാണ്, നീ ഒറ്റ ഒരുത്തനാണ് ആശാൻ്റെ ഈ മഹത്വം കുറയ്ക്കുന്നത്. അതർവൈസ് ഇതിലും വലിയ ആളാവണ്ടായിരുന്നു ആശാൻ. നീ ഉടക്കിടുന്നതുകൊണ്ട്, നീ ആൾക്കാരെ വെറുപ്പിക്കുന്നതുകൊണ്ട്, ഒരു കലാകാരൻ്റെ മകൻ എന്നുള്ള ഉത്തരവാദിത്വം നീ കാണിക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നമെന്ന് ഡോക്ടർ തുറന്നടിച്ചു. അതിൻ്റെ ദേഷ്യത്തിലാണ് ഇവൻ ഫേസ്ബുക്ക് ഇടുന്നത്. എന്താ, രഘുനാഥ് ഗുരുകൃപ. അവൻ വലിയ ഫേസ്ബുക്കൊക്കെ ഇട്ടു, ഇല്ലാത്തതൊക്കെ ചേർത്ത് അതിൻ്റെ സീക്വൻസ് ഒന്ന് മാറ്റിയൊക്കെ ചെയ്ത് ബുദ്ധിപൂർവ്വം അവർക്ക് അവരുടെ പ്രൊപ്പഗാൻഡ മെഷീൻ വളരെ നല്ലതാണ്. ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇറോ എന്നും പറഞ്ഞുകൊണ്ട് ആ ഗോപിയല്ല ഈ ഗോപി, ആ ഗോപിയല്ല ഈ ഗോപി എന്ന് പറഞ്ഞുകൊണ്ട് സകല ഇടതുപക്ഷ, മതനിരപേക്ഷ, ജനാധിപത്യ, വർഗ, ബഹുജന, ദിമാല, ഗുണ്ടി, ഗുണ്ടന്മാരെല്ലാം കൂടെ ഈ ഗോപിയല്ല ആ ഗോപി. ഇവർക്ക് ഗോപി ഏതാന്ന് പോലും അറിഞ്ഞു. ഏത് ഗോപി ആശാൻ, നീ അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് അങ്ങ് വിട്, ബാക്കി കാര്യം ഞാൻ പിന്നെ പറയാം. എന്നിട്ട് ഇവർ തമ്മിലുള്ള സംഗതി എന്താ സംഭവം, എന്താ ഇവിടെ അവിടെയും കണ്ടൊരു കഥകളിക്കാരുണ്ട്, എന്തോ പ്രശ്നമുണ്ട്, സുരേഷ് ഗോപിയെ നാറ്റിക്കാനാണ്. നീ അത്ര അറിഞ്ഞാൽ അങ്ങോട്ട് ചെയ്തേ, ഈ സംഗതി അങ്ങോട്ട് ചെയ്തേ, അല്ലാതെ ഈ ഇടതുപക്ഷത്തിന് ഇടുന്ന കഥകളി. അതെ അതെ, ഇതൊക്കെ ബൂർഷ്വാ മൂരാച്ചികൾക്കുള്ളതല്ലേ. ഇവർ കഥകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്പൂതിരിമാർ, അപ്പർ ക്ലാസ് ബ്രാഹ്മണർ, ഫാസിസ്റ്റുകൾ, അവർ രാത്രിയിൽ അവരുടെ നേരം പോക്കിന് വേണ്ടിയിട്ട് മുറുക്കാനും ഒക്കെ വായിലിട്ടിട്ട് അവർക്ക് കാണാൻ വേണ്ടിയിട്ട്, കുറച്ച് പേർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കഥകളി. അല്ല അങ്ങനെയല്ല, പുകാസയുടെ പഴയ നേതാവായിരുന്ന ഇയ്യങ്കോട് ശ്രീധരൻ മാനവ വിജയം കഥകളിയിൽ മേൽ കഥകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പുകാസ ഞാനൊക്കെ സ്കൂളിൽ കോളേജിൽ പഠിക്കുമ്പോഴാണ് പലയിടത്തും കൊണ്ടുവന്ന് കളിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. എന്നിട്ട് വല്ല അഡ്രസ്സും കിട്ടിയോ? അതിലും വലിയ കളി കളിച്ചു ഷേക്സ്പിയറിൻ്റെ കിങ് ലിയർ. ഇതിങ്ങനെ ഈ പുരാണവും മഹാഭാരതവും സംഗതിയും നളചരിതവുമായിട്ടിരുന്നാൽ പോരാ, ലോക ക്ലാസിക്കുകൾ കൊണ്ടുവരണം കഥകളിയിൽ. കിങ് ലിയർ കൊണ്ടുവന്ന് ഇവിടെ കഥകളിക്കാരോട് പറഞ്ഞു ഇത് അങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരു കണക്കിന് അവർ തട്ടിമുട്ടി. അതിലും കമ്മ്യൂണിസ്റ്റുകാർ ഒരുപാടുണ്ടല്ലോ, ഗോപി ആശാനെ പോലെയൊക്കെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അപ്പോൾ അതിൽ ഈ ആൻഡ്രേ മാക്കി എന്ന മറ്റൊരു കഥാപാത്രമുണ്ട്. അപ്പോൾ ഇവർ കഥകളി പദത്തിൽ ആന്ധ്രമുഖി എന്ന് പറഞ്ഞ് എല്ലാം കൂടെ അലമ്പായി ഒന്നോ രണ്ടോ സ്ഥലത്ത് കളിച്ചിട്ട് കടമുടായി പരിപാടി. കാരണം ഈ ആൻഡ്രേ മാക്കി ആന്ധ്രമുഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥകളി പദത്തിന് പറ്റിയൊരു വാക്കാണ്. മറ്റേത് ആൻഡ്രേ മാക്കി ബിൽ ക്ലിൻറ്റൺ എന്ന് കഥകളി പദത്തിൽ ചേർക്കാൻ പറ്റുമോ? അപ്പോൾ അവർ ബില ക്ലിന്തൻ ഇങ്ങനെ ആയിരിക്കും പാടുന്നത്. സംഗതി അലമ്പായി പഠിക്കുന്നത്. ഈ ഇതൊക്കെ ഇരിക്കുമ്പോഴും ഉണ്ടല്ലോ ഒരു കാര്യം ആശാൻ ചെയ്യണമായിരുന്നു. ഗോപി ആശാൻ 10 വർഷം എങ്കിൽ 10 വർഷം ആപത്തിൽ തൻ്റെ കൂടെ നിന്ന, ഗുരുവായൂരിലെ തുലാഭാരത്തിനെ പോലും തൻ്റെ മുട്ട് മടങ്ങിപ്പോവാതെ വേദനിക്കാതെ, കാല് കുത്താൻ വേദനിക്കായിരുന്നു ആശാൻ. ആശാനെ കാല് കുത്തിച്ച് ആ തുലാഭാരം നടത്തിച്ച ഡോക്ടറുണ്ടല്ലോ, അയാളോട് ഒരു നന്ദി കാണിക്കാമായിരുന്നു. നന്ദി വേണ്ട, നീതിയെങ്കിലും. ശരി, എന്നാൽ നീതി. കാരണം ഒരു കാര്യം സുനിലിനറിയാമോ, കഥകളിയിൽ നന്ദിക്ക് ഒരു മുദ്രയില്ല. ബാക്കി എല്ലാ വികാരങ്ങൾക്കും മുദ്രയുണ്ട്, നന്ദിക്ക് മുദ്രയില്ല. നന്ദി ഇല്ലാത്തൊരു കലാരൂപമാണോ കഥകളി എന്ന് സംശയിക്കണം. ഞാൻ കഥകളിയുടെ അതോറിറ്റിയൊന്നുമല്ല, പക്ഷേ റീസണബിളി അന്വേഷിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നന്ദി കാണിക്കാനൊരു മുദ്രയില്ല, ഒരു മുദ്രയില്ല. അപ്പോൾ ഗോപി ആശാൻ അതിനൊരു മുദ്ര ഉണ്ടാക്കുമോ? ഗോപി ആശാൻ ഒരു വീഡിയോ ചെയ്യുമോ?
ഗോപി ആശാൻ ഫോണിലെങ്കിലും ആ ഡോക്ടറെ വിളിച്ച് സംസാരിക്കുമോ? ആ ഡോക്ടറെ ഞാൻ അഭിനന്ദിക്കുന്നു കേട്ടോ. കാരണം അദ്ദേഹം ആ പേര് വെളിപ്പെടുത്തിയില്ല, നിർബന്ധമായിട്ടും മാധ്യമങ്ങളോട് പറഞ്ഞു എൻ്റെ പേര് പുറത്ത് പറയരുത്, ഞാൻ ഡോക്ടറാണ്. ഗോപി ആശാൻ ശരി അങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്യും, ഞാനെന്ത് ചെയ്യാനാണ്? ഗോപി ആശാൻ്റെ മനസാക്ഷിയോടാണ് എൻ്റെ അപേക്ഷ. ഗോപി ആശാൻ ഇത് ക്ലിയർ ചെയ്യണം. ഗോപി ആശാനാണ് അത് ചെയ്യേണ്ടത്. ഡോക്ടർക്ക് ഇപ്പോൾ ഗോപി ആശാൻ ഇത് ചെയ്തില്ലെന്ന് വിചാരിച്ചിട്ട് ഡോക്ടർക്കൊന്നും സംഭവിക്കാനില്ല. പക്ഷേ ഗോപി ആശാൻ്റെ ആ ക്യാരക്ടറുണ്ടല്ലോ, വളരെ ചെറുതായി ലേറ്റസ്റ്റായിട്ട് ബാഹുകനായിട്ട് വന്ന ഗോപി ആശാൻ, മുഖത്തെ ഭാവം, ഇതൊക്കെ അതിന് ഒരു ചെറുതല്ല സാരമായ മങ്ങൽ തട്ടും. പ്രത്യേകിച്ച് ഗോപി ആശാൻ ഇപ്പോൾ ഇവിടെ ആലത്തൂർ രാധാകൃഷ്ണനെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തു. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള ആരോഗ്യമൊക്കെ ഗോപി ആശാനുണ്ട്. തൃശ്ശൂർ സുനിൽകുമാറിനെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞൊരു വീഡിയോ ആശാന് ചെയ്യണമെങ്കിൽ ചെയ്യാം. ആശാൻ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റാണ് എന്ന് പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം ആശാനുണ്ട്. പക്ഷേ ആശാൻ്റെ ഭിഷഗ്വരനെ ആശാൻ ഈ നിസ്സാര കാര്യത്തിന് മിണ്ടാതിരുന്ന് മൗനത്തിലൂടെ തള്ളിപ്പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കഥകളിയിൽ നന്ദിക്ക് മുദ്രയില്ല. അതുകൊണ്ട് അത് വായ കൊണ്ട് തന്നെ പറയേണ്ടി വരും. അത് ആശാൻ ചെയ്താൽ നന്ന്, ചെയ്തില്ലെങ്കിൽ വന്ദേ മുകുന്ദ ഹരേ എന്ത് പറയണം? ഞാൻ ഇവിടെ വെച്ച് നിർത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.